ഇവിടെ ഭയങ്കര കഷ്ടപ്പാടിലാണ് ഗൈസ് ജീവിക്കണേ. ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് മോട്ടിവേഷൻ ഒക്കെ തരും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ അതാ ഷിതുമോനൊന്ന് നല്ല ഉറക്കത്തിലാട്ടോ. ഇനി ഇവനെ ഉണർത്തി സ്കൂൾക്കൊക്കെ അയച്ചിട്ട് വേണം ബാക്കിയുള്ള വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഷിതുമോനൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡൈനിങ് ഹാളാട്ടോ ക്ലീൻ ചെയ്യണത്. ഷോക്കേസാണ് ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞാൻ ഓൺ വോയിസ് തന്നെ ആയിട്ടാണ് കേട്ടോ ചെയ്യണത്. അതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ വോയിസ് വേറെ സെപ്പറേറ്റ് കൊടുക്കലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഓൺ വോയിസ് ആയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സുനുവിന് ഇന്നും ക്ലാസ്സില്ല കേട്ടോ. ഇത് സബ് ജില്ലാ പരിപാടിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണേ. അന്ന് സ്കൂളിന് ഒരു 3-4 ദിവസം ഒഴിവുണ്ടായിരുന്നല്ലോ. സിദ്ധിയാക്ക് പുറത്ത് പോയി വന്നതായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര കഷ്ടപ്പാടിലാണ് ഗൈസ് ജീവിക്കണേ. ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് മോട്ടിവേഷൻ ഒക്കെ തരും. നമ്മളൊരാളുകളെ ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല ഗൈസ്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എല്ലാം അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ജീവിക്കുന്നത്. ചിരിച്ച് കളിച്ച് ജീവിക്കേണ്ടതുള്ളൂ. പണ്ടൊക്കെ പേടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിൽ നിങ്ങളെ കേൾപ്പിക്കും കരുതിയിട്ട്. ഇത് ലാമിനേഷൻ ചെയ്യാനുള്ള പൈസ ആവും പറയ്. ഇത് ലാമിനേഷൻ ചെയ്യാനുള്ള പൈസ ആവും. പിന്നെ അതിന്റെ പുള്ളിയില്ലേ ഒക്കെ നമ്മളെ ഓറഞ്ചൊക്കെ ഉണ്ട്. നമുക്ക് 100 ബിരിയാണി നാ മാറ്റില്ലേ? 100 ബിരിയാണി നാ പോവാ. പെയിന്റ് ഉണ്ടാണല്ലേ? അപ്പോൾ സിദ്ധിയാക്ക് പെയിൻറ്റിങ് വർക്കിലാണ് കേട്ടോ നമ്മളെ വീട് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിലൊക്കെ, നമ്മളെ വീട് ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ വീണ്ടും ഒന്നും കൂടെ പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ നമ്മളൊരു പ്രാവശ്യം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇതെന്തായിരുന്നേ ഗൈസ്? വണ്ടി അപ്പോൾ അങ്ങനെ സിദ്ധിയാക്ക് പെയിൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പുറം ഫുള്ള് കഴുകലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പെയിൻറ്റിങ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഷോക്കേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചു. പുറത്ത് പണിയെടുക്കുമ്പോൾ എങ്ങനെയായാലും അകത്തും കുറച്ചൊക്കെ പൊടിയാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഷോക്കേസ് ക്ലീൻ ആക്കാൻ വിചാരിച്ചത്. സുനുവിനൊക്കെ കിട്ടിയതാണ് കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഷോക്കേസ് വെക്കണം, കളയലില്ല. അടിപൊളി നമ്മളെ കാറിത്തെ കേട്ടോ. അപ്പൊ കാറില് ഒരു പ്ലെയിൻ വെച്ചോണ്ട് ഇതിങ്ങനെ എടുത്തു ഇങ്ങനെ വരച്ചാണ് ചെയ്തേ. ഗ്ലാസ് പെയിന്റ് കേട്ടോ, അടിപൊളി. എന്നിട്ട് പോന്നു. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് നമുക്ക് ഉണക്കണം. ഇത് പോന്നു കേട്ടോ, ഇങ്ങനെ പോരും. ഇതാണ് ഇതിന്റെ പ്രശ്നം. നമുക്ക് വല്ലാതെ ക്ലീൻ ആക്കാനൊന്നും പറ്റൂല.
ശിതുമോൻ്റെ കേട്ടോ. ഇതൊന്ന് ക്ലീൻ ആക്കണം. ഇതൊരു മുഖംമൂടി ശിതുമോൻ കൊണ്ടുവന്നതാ. ഇത് സിദ്ധിയപ്പന് ബർത്ത്ഡേ കേക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിയിട്ടേ അതിനുണ്ടായി പോകട്ടോ. പിന്നെ ഇതാ നമ്മൾ പതുക്കെ ഇങ്ങനെ കഴുകാണ് ചെയ്യണത്. ആദ്യമൊക്കെ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി കഴുകുകയാണ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ അടുത്ത് നമ്മൾ ക്ലീനാക്കി വെച്ചതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴുകുകയാണ് കേട്ടോ ചെയ്യണത്. ബർത്ത്ഡേ കൊടുത്താൽ ശരിയാക്കും. എൻ്റെ അനിയത്തി സീനുണ്ടാക്കിയതാണ്. അങ്ങനെ ഷോക്കേസിലുള്ളതൊക്കെ നമ്മൾ കഴുകിങ്ങാണ്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹാളൊക്കെ ഒന്ന് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. ആ ബൈക്കിൻ്റെ ആ സാധനത്തുമ്പോൾ കൊളത്തിട്ടോളാം ഹാൻഡിൽമേ. അപ്പോൾ അതാ സിദ്ധിയാക്കു നമ്മളെ വീടിൻ്റെ മുകളിൽ നിന്ന് പെയിൻ്റ് അടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ജനലൊക്കെ ആദ്യം നന്നായി ഒന്ന് തുടക്കുകയാണ്. ഈ ഭാഗത്ത് നമുക്ക് തുടക്കാൻ കഴിയലില്ല, ജനലൊക്കെ ഉയരത്തായതുകൊണ്ട്. ഇതിൻ്റെയൊക്കെ എല്ലാ വീഡിയോസും ഇനി അടുത്ത വീഡിയോയിൽ നമ്മളിത് വരുന്നതാണ് കേട്ടോ. നമ്മളെ വീട് ഒരുവിധം അടിപൊളിയാക്കി എടുക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങളെ വീട് നിങ്ങൾ തന്നെയാണോ ഇങ്ങനെയൊക്കെ ക്ലീൻ ആക്കൽ എന്നൊക്കെ ഒന്ന് പറയണ്ടി കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഓർഗാനിക് മെഹന്തിൻ്റെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അകത്തിൽ. അപ്പം അതിൻ്റെ ഫസ്റ്റ് പ്രാവശ്യം ഇട്ടതിൻ്റെ നിറമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഡൈനിങ് ഹാളൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഫ്ലവറുകളൊക്കെ ഷോക്കേസിലേക്ക് തന്നെ കൊടുന്ന് വെക്കാം. അതിൻ്റെ ഇടയിൽ ഒരാൾ താൻ നമ്മളെ മുന്തിരി പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളെ ഷോക്കേസിൽ ഫുള്ള് ഫ്ലവർ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മൾ കുറേയൊക്കെ ഫ്രൂട്ട്സുകൾ അതൊക്കെയാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത്. എല്ലാരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും അതൊന്നും ഒന്നും ചെയ്യണ്ട കേട്ടോ. എന്തേലും പറയാണെങ്കിൽ കമന്റിലിടുക, അതിന് മതി. ഇതൊക്കെ കണ്ടാലേ കേട്ടോ. സൂപ്പർ. ഹായ്, എല്ലാരും ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സിദ്ധിയാക്കു ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിദ്ധിയാക്കു വീണ്ടും പെയിൻറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കബോർഡിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒക്കെ സെറ്റായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ വിശേഷവുമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.